ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു കൂൺ വരട്ടിയെടുക്കണത് എങ്ങനെയെന്ന് നോക്കാം. അരക്കിലോ കൂണാണ് വാങ്ങിയിരിക്കുന്നത്. 2 പാക്കറ്റ് ഉണ്ട്. 1/4 കിലോൻ്റെ 2 പാക്കറ്റാണ്. അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കാണാൻ നല്ല അടിപൊളി കൂനാ കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചെറുതാക്കിയിട്ടില്ല. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് തിളപ്പിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മളൊരു ഹോളിലെ പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടൊക്കെ നാറിയതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹോളിലെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും ചെറിയ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂണിൻ്റെ ആ ടേസ്റ്റ് പോവാതെ നമുക്ക് കിട്ടുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച കൂനിട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ അതൊന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. അപ്പം നന്ന് മൂടി വെച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ നന്നായി വെന്ത് കിട്ടണം. പല രൂപത്തിൽ നമ്മൾ കൂൺ വെക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ കൂനിൻ്റെ നല്ല രുചി കിട്ടുക കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കേണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമ്മൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. നമ്മളെ കൂന് എന്താ പറയുക, കൂന് കൂടുതൽ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ.
ഇങ്ങനെ നമ്മളെ കൂനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.